ശത്രുവിന്റെ ശത്രു മിത്രമാണ്. അതൊരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന വേളയിൽ പാകിസ്ഥാന് പിന്തുണയറിയിച്ച് രംഗത്ത് വന്ന തുർക്കി ഇന്ത്യയോട് കാണിച്ചത് കൊടും ചതിയാണ്. ഇതിനു മറുപടി എന്ന രീതിയിൽ ഇന്ത്യ തുർക്കിക്ക് വൻപൻ പണിയാണ് ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്. ഗ്രീസുമായി കൊടിയ ശത്രുതയിലാണ് തുർക്കി. മാത്രമല്ല, ഇരു രാജ്യങ്ങളും തമ്മിൽ യുദ്ധത്തിന് സമാനമായ വലിയ ശത്രുത കാത്തുസൂക്ഷിക്കുന്ന രാജ്യങ്ങളാണ്. ആയതിനാൽ തന്നെ ഇന്ത്യ ഗ്രീസിന് ആയുധങ്ങൾ നൽകുന്നതോടെ കൂടുതൽ ശക്തിയാർജിക്കാൻ ഇവർക്ക് കഴിയുമെന്നാണ് പറയുന്നത്. ഗ്രീക്ക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഇരു രാജ്യങ്ങളും പ്രതിരോധ സഹകരണം സംബന്ധിച്ച കരാറുകളിൽ ഒപ്പുവെച്ചു എന്നതാണ് സൂചിപ്പിക്കുന്നത്. ഗ്രീസുമായുള്ള പ്രതിരോധ സഹകരണം കൂടുതൽ ശക്തമാക്കുകയാണ് ഇന്ത്യ. ഗ്രീസിലേക്കുള്ള സമീപകാല സന്ദർശന വേളയിൽ ഇന്ത്യൻ വ്യോമസേന ചീഫ് മാർഷൽ VR ചൗധരി ഗ്രീക്ക് വ്യോമസേന മേധാവിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നു. ഗ്രീക്ക് മാധ്യമ റിപ്പോർട്ട് അനുസരിച്ച് ഇരു രാജ്യങ്ങളും പ്രതിരോധ സഹകരണം സംബന്ധിച്ച് കരാറിൽ ഒപ്പുവെച്ചു. ഗ്രീസിലേക്ക് ഇന്ത്യയുടെ ലോങ് റേഞ്ച് ലാൻഡ് അറ്റാക്ക് ക്രൂയിസ് മിസൈലുകൾ വിതരണം ചെയ്യാനുള്ള കരാറും ഇതിൽ ഉൾപ്പെടുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പ്രതിരോധ ഗവേഷണ വികസന സംഘടന വികസിപ്പിച്ചെടുത്ത മിസൈൽ ഗ്രീസിന് നൽകാൻ ഇന്ത്യ തയ്യാറായത് തുർക്കിയെ ഇപ്പോൾ വലിയ രീതിയിൽ ആശങ്കയിൽ ആഴ്ത്തിയിരിക്കുന്നു എന്നതാണ് തുർക്കി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മിസൈൽ കൈമാറ്റം സംബന്ധിച്ച് ഇന്ത്യയോ ഗ്രീസോ ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെയും നൽകിയിട്ടില്ല. വിവിധ ഗ്രീക്ക് മാധ്യമ സ്രോതസ്സുകളെ ഉദ്ധരിച്ചുകൊണ്ട് ഇന്ത്യ ഗ്രീക്കിന് 1000 കിലോമീറ്റർ കൂടുതൽ റേഞ്ചുള്ള ക്രൂയിസ് മിസൈൽ വാഗ്ദാനം ചെയ്തതായാണ് സൂചനകൾ പുറത്തുവരുന്നത്. എന്നാൽ ഈ മിസൈൽ കൈമാറ്റ നീക്കങ്ങൾ തുർക്കി അസ്വസ്ഥത സൃഷ്ടിക്കുകയാണ്. വ്യോമതാവളങ്ങൾ, പ്രതിരോധ സംവിധാനം, റഡാർ ഇൻസ്റ്റലേഷനുകൾ, അതുപോലെ തന്നെ മറ്റു ഉയർന്ന മൂല്യമുള്ള ലക്ഷ്യങ്ങൾ എന്നിവയെ അതിനെ പോലുള്ള പ്രധാന സ്ഥലങ്ങളെ കൃത്യതയോട് തന്നെ അല്ലെങ്കിൽ അത് ലക്ഷ്യം വെക്കാൻ കഴിയുന്ന മിസൈലുകളാണ് ഇപ്പോൾ ഗ്രീസിന് നൽകാൻ ഒരുങ്ങുന്നത്. ഇന്ത്യ തുർക്കി ബന്ധങ്ങൾ ഇതിനോടകം തന്നെ സംഘർഷഭരിതമായ സാഹചര്യത്തിലാണ് ഇന്ത്യ തുർക്കിയോട് ശത്രുതയിൽ ഒന്നായ ഗ്രീസിന് മിസൈൽ നൽകുന്നത്. ഇത് തങ്ങളെ ലക്ഷ്യം വെച്ചാണ് എന്ന് തുർക്കിയുടെ ആശങ്ക പുറത്തു വന്നിരിക്കുകയാണ്. LRLACMന് 1000 കിലോമീറ്ററിൽ കൂടുതൽ ദൂരപരിധിയുണ്ട്. അതുപോലെ തന്നെ പരമ്പരാഗതവും അതുപോലെ തന്നെ മറ്റ് യുദ്ധ മുനകളെ വഹിക്കാൻ കഴിയുന്നതുമായ ഒന്നാണ് ഈ മിസൈൽ എന്നും പറയപ്പെടുന്നു. ഇന്ത്യ ഇജിയാനയിലേക്ക് 1000 കിലോമീറ്റർ ദൂരപരിധിയുള്ള ക്രൂയിസ് മിസൈലുകൾ കൊണ്ടുവരുന്നുവെന്നും അവ തുർക്കിയെ ലക്ഷ്യം വെക്കുന്നു എന്ന തലക്കെട്ടോടെയുള്ള DR ഹോബർ ലേഖനം മറ്റൊരു കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. തുർക്കിയിൽ സാധ്യമായ ആക്രമണങ്ങൾക്ക് തയ്യാറെടുക്കുന്നതിനായി തന്നെ ഗ്രീസ് ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിൽ നിന്ന് പ്രവർത്തനരഹിതമായ ആശയങ്ങൾ തേടി വരികയാണ് എന്നതാണ് മറ്റൊരു സൂചന. ഇന്ത്യയുടെ റാഫേൽ യുദ്ധവിമാനങ്ങളെ കുറിച്ചുള്ള പ്രത്യേക പ്രകടന ഡാറ്റ ഗ്രീസ് ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. അത് ഈ ഒരു ലേഖനത്തിൽ എടുത്തു പറയുന്ന ഒരു കാര്യമാണ്. തുർക്കിയുമായി തുടരുന്ന അതിർത്തി തർക്കങ്ങളെ തുടർന്നുകൊണ്ട് തന്നെ ഇന്ത്യയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങാൻ സർപ്രൈസ് തയ്യാറെടുക്കുകയാണ്. ഇന്ത്യ തദ്ദേശമായി വികസിപ്പിച്ച നാഗാസ്ത്ര, അതുപോലെ ഇസ്രായേൽ ഇന്ത്യ കമ്പനികൾ സംയുക്തമായി തന്നെ ഇന്ത്യയിൽ നിർമ്മിക്കുന്ന സ്കേ സ്ട്രൈക്കർ എന്നീ ഡ്രോണുകൾ വാങ്ങാനാണ് ഇവർ താല്പര്യം പ്രകടിപ്പിച്ചിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ കൃത്യതയോടെ ലക്ഷ്യങ്ങൾ തകർത്ത ആയുധങ്ങളിൽ ഒന്നായിരുന്നു നാഗാസ്ത്ര എന്ന സ്കൈ സ്ട്രൈക്കറും. അപ്പം ഇതെല്ലാം കൂടി ചേരുമ്പോൾ തന്നെ ഗ്രീസ് കൂടുതൽ ശക്തി ആർജിക്കുകയും തുർക്കിക്ക് മേലെ നല്ല കനത്ത തിരിച്ചടി തന്നെ കൊടുക്കാൻ സാധിക്കും എന്നതാണ് മറ്റൊരു വസ്തുതയായി പറയുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.